Hey guys, ശ്രീ ഹിയർ. ഷാമി 14CV ഇൻഡെപ്തായിട്ടുള്ള ക്യാമറ അനാലിസിസ് ഒരുപാട് പേര് ചോദിച്ചു. സോ ഇത് ഞാൻ മാക്സിമം ടെക്നിക്കലി ആൻഡ് സയൻറ്റിഫിക്കലി അനലൈസ് ചെയ്യാൻ നോക്കി. പക്ഷേ അതേസമയം നിങ്ങൾക്ക് ഒരുപാട് ടെക്നിക്കൽ ആവണ്ടെന്ന് വിചാരിച്ചു. കുറച്ച് ടെക്നിക്കൽ ടേംസൊക്കെ ഉണ്ട്, അത് കേട്ടിരിക്കുക. മനസ്സിലായില്ലെങ്കിൽ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഇൻ ഷോർട്ട്, നിങ്ങൾക്ക് ഫുൾ റിവ്യൂ കാണാൻ താല്പര്യമില്ലെങ്കിൽ ജസ്റ്റ് ഇത്രയും കേട്ടാൽ മതി. നിങ്ങൾക്ക് ഈ പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു ക്യാമറ സിസ്റ്റം തന്നെയാണ് കിട്ടുന്നത്. പക്ഷേ അതിൻ്റെതായ ചെറിയ ചെറിയ ഇഷ്യൂസ് ലൈക്ക് അവരുടേതായ പേഴ്സണൽ സ്റ്റൈലിസ്റ്റിക് അപ്രോച്ചും സ്കിൻ ടോൺസിലൊക്കെ ചെറിയതായ ഒരു പ്രശ്നങ്ങളൊക്കെ എനിക്ക് തോന്നി. അതൊക്കെ ഞാൻ ഇൻഡെപ്തായിട്ട് ചാർട്ട്സ് ഉൾപ്പെടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. സോ ദാറ്റ് ഇസ് ഇറ്റ്. ശ്രീ, ലവ് യു. സ്നാക്സ് ഒക്കെ എടുത്ത് വെച്ചോ. നമുക്ക് കളേഴ്സിനെ കുറിച്ച് നോക്കാം. ഗൈസ്, തുടങ്ങുന്നതിന് മുന്നേ വേറൊരു കാര്യം, ഇതുപോലത്തെ ബ്രേക്ക് ഡൗൺസ് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഫോൺസിനകത്ത് കാണണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. എനിക്ക് ഒരുപാട് കമൻറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ദാറ്റ് ഇസ് ഇറ്റ്. നമുക്കിനിയും അതിലേക്ക് ചാടിപ്പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ, എനിക്ക് ഫോട്ടോസിൽ ഞാൻ എഴുതി വെച്ചതിനകത്ത് എനിക്ക് എല്ലാം അനലൈസ് ചെയ്തപ്പം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക് തോന്നിയ ഫോട്ടോസ് നല്ല കോൺട്രാസ്റ്റി ഇമേജസ് ആണ്. എല്ലാ ഫോട്ടോസും അത്യാവശ്യം നല്ല കോൺട്രാസ്റ്റിയാണ്. അതിൻ്റെ പ്രൈമറി എക്സാമ്പിൾ ഇതായിട്ട് എടുക്കാം. ചാർട്ട്സ് നോക്കുമ്പോൾ, വേവ് ഫോം നോക്കുമ്പം നമുക്ക് കാണാൻ പറ്റും മിഡ് ടോൺസ് നല്ലോണം വലിച്ച് നീട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഷാഡോസും ഹൈലൈറ്റ്സും പ്രിസർവും ചെയ്തിട്ടുണ്ട്. സോ HDR അവിടെ നല്ലോണം വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഇമേജ് നോക്കുവാണെങ്കിൽ നമുക്കറിയാൻ പറ്റും മിഡ് ടോൺസ് നല്ലോണം വലിച്ചിട്ടുണ്ട്. ഗുഡ് കോൺട്രാസ്റ്റി റിച്ച് ഇമേജസാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഈ ഒരു സ്ഥലത്ത് നോക്കുമ്പോൾ വേറൊരു കാര്യം എനിക്ക് പ്രൂവ് ചെയ്യുള്ളൂ. ദാറ്റ് ഈസ് കോംപ്ലിമെൻ്ററി കളേഴ്സ് എന്ന് പറയുന്ന സംഭവമുണ്ട്. എന്ന് പറഞ്ഞാൽ കളർ സ്പെക്ട്രത്തിൻ്റെ ഓപ്പോസിറ്റിൽ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ബ്ലൂവിൻ്റെ കോംപ്ലിമെൻ്ററി ആണ് യെല്ലോ. അങ്ങനെ കളർ കോൺട്രാസ്റ്റ് ഇവർ നല്ലോണം ഇവരുടെ ക്യാമറ സിസ്റ്റത്തിനകത്തുണ്ട്. സോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു മഞ്ഞ പോള, പക്ഷേ ഇൻട്രഡക്ഷൻ ഓഫ് ബ്ലൂ എനിക്ക് തോന്നുന്നില്ല അവിടെ ബ്ലൂ ലൈറ്റ് സോഴ്സിനുള്ള ഒരു സാധനം എൻ്റെ വീടിൻ്റെ അകത്ത് വെച്ചിട്ടില്ല. പക്ഷെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു ഈ കോൺട്രാസ്റ്റും ഈ കളർ കോൺട്രാസ്റ്റും എല്ലാം കൊണ്ടുവരുന്നത് ഒരു പ്രൈമറി എയിമിനാണ്. ഫോട്ടോസ് ഇച്ചിരി ഡ്രമാറ്റിക്കും ഫോട്ടോസ് ഇച്ചിരി കൂടെ എറിച്ച് നിൽക്കാനുള്ള എഫക്റ്റീവ്നെസ്സിന് വേണ്ടിയാണ്. ഇവിടെ നമുക്ക് വേണേൽ എക്സാമ്പിൾ ഓഫ് കളർ കോൺട്രാസ്റ്റ് പറയാൻ പറ്റും. നല്ല ഡിഫറൻസിയേഷൻ ഉണ്ട് റെഡും ഗ്രീൻസും തമ്മിൽ, വിച്ച് ഈസ് റിയലി ഗുഡ്. ചാർട്ട്സിനകത്ത് നോക്കുമ്പം അത്യാവശ്യം നല്ല എക്സ്പോസ്ഡ് ഓഫ് എൻ ഇമേജ്. ഗൈസ്, ക്യാമറ സിസ്റ്റത്തിൻ്റെ കേപ്പബിലിറ്റി അത്യാവശ്യം നല്ലതാണ്. ഐ റിയലി ലൈക്ക് ദി ക്യാമറാസ്. ഫോട്ടോസ് എല്ലാം ഷാർപ്പാണ്, ഒന്നും പറയില്ല. ഇനി നമുക്ക് HDRനെ സാച്ചുറേഷനെ കുറിച്ചും പറയാം. ഈ പടം എക്സാമ്പിൾ ഓഫ് ഗിഡിലെ എക്സാമ്പിൾ, വേവ് ഫോംസ് കണ്ടാൽ മനസ്സിലാവുന്നവർക്കറിയാം റിച്ച് കോൺട്രാസ്റ്റ് ഇമേജ് ആണ്. ഇറ്റ്സ് എ പ്രൈമറി എക്സാമ്പിൾ. സാച്ചുറേഷനെയും HDRനെ കുറിച്ച് പറയുമ്പം ഇറ്റ്സ് ഓൾസോ വെരി സിമ്പിൾ. നല്ലോണം ഗ്രേറ്റ്ലി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഇമേജസാണ്. എല്ലാ ഇമേജസും നല്ലോണം സാച്ചുറേറ്റഡാണ്. എന്ന് പറഞ്ഞാൽ ഓഫ് ദി ചാർട്ട് നമ്മളെ വെറുപ്പിക്കുന്ന രീതിയിലൊന്നും സാച്ചുറേറ്റഡ് അല്ല. അത് വേവ് ഫോംസും ഹിസ്റ്റോഗ്രാംസും പരേഡും കൂടെ നോക്കിയിട്ട് തന്നെയാണ് പറയുന്നത്. നല്ല കാണാൻ ഭംഗിയുള്ള, കണ്ണിന് സുഖമുള്ള ഇമേജസ് തരുന്നതാണ് ഇവരുടെ എയിം. ഇനി നമുക്ക് HDRനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഗൈസ്, ഈ ഫോട്ടോയിൽ ഞാൻ ഭയങ്കരമായിട്ട് ഇമ്പ്രസ്ഡ് ആയിപ്പോയി ഒരു HDR കേപ്പബിലിറ്റീസ്. കാരണം എന്ന് വെച്ചാൽ ഇവർ മിഡ് ടോൺസിൽ അത്യാവശ്യം വലിച്ചു നീട്ടി ആ കോൺട്രാസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു ഫിലിം റെമിലേഷൻ പോലത്തെ അത് ലൈറ്റ് ഇൻറ്റൻസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഷാഡോസ് ചെറുതായിട്ട് പുള്ളപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഹൈലൈറ്റ്സ് പീക്കിങ്ങിൽ നിന്ന് ചെറുതായിട്ട് വലിച്ചിട്ടുണ്ട്. ആ ഗ്രേറ്റ് എക്സാമ്പിൾ ഓഫ് നല്ല HDR പ്രോസസ്സിംഗ് ആണ്. HDR കിടിലം ആയിട്ട് വന്നിട്ടുണ്ട്. HDRനായിട്ട് എനിക്ക് എഫക്റ്റീവായിട്ട് തോന്നാൻ വേറൊരു സംഭവം എന്ന് വെച്ചാൽ, സാധാരണ ചില ഫോട്ടോ സിസ്റ്റത്തിനകത്തൊക്കെ HDR നല്ലോണം പ്രോസസ്സ് ചെയ്യുമ്പോൾ വൈറ്റ് ബാലൻസ് അവിടെ ഇച്ചിരി ഓഫായിട്ടും, ചിലവർ കൂളറാവും, ചിലവർ വോമറാവും, ചില ടിൻസിൻ്റെ വ്യത്യാസം വരും. അതൊന്നും ഇവിടില്ല. ദിസ് ഈസ് ഗ്രേറ്റ്. HDR സാച്ചുറേഷൻ കോൺട്രാസ്റ്റ് ഭയങ്കര അടിപൊളിയാണ്. ഇതും വേറൊരു പ്രൈമറി എക്സാമ്പിൾ ഓഫ് കളർ കോൺട്രാസ്റ്റ്. ഈ എൻ്റെ ഓർമ്മ വെച്ച് ഈ മേഘത്തിനകത്ത് ഗൈസ്, ഈ മേഘം പ്യുവർ വൈറ്റ് മേഘമായിരുന്നു കണ്ണിലൂടെ കാണുമ്പം. പക്ഷേ ഇവർ വീണ്ടും കളർ കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലൂവിൻ്റെ ഓപ്പോസിറ്റ് യെല്ലോ ഉണ്ട്. മേഘത്തിന് ഒരു ചെറിയ യെല്ലോയിഷ് ടോൺ കൊടുത്തിട്ടുണ്ട്. അതും എറിപ്പിക്കാനാണ്, ഞാൻ കുറ്റം പറയല്ല, കാണാനൊക്കെ നല്ല രസമാണ് അത് തന്നെ. പിന്നെ ഇനി മേജറായിട്ട് എനിക്ക് തോന്നിയൊരു ഇഷ്യൂവിലേക്ക് പോകാം. ദാറ്റ് ഈസ് സ്കിൻ ടോൺ. ഈ ക്യാമറ സിസ്റ്റം പോർട്രേറ്റ്സിൽ പ്രത്യേകിച്ച് അവരുടെ സ്കിന്ന് ഹാൻഡിൽ ചെയ്തേക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. ലുക്ക് അറ്റ് ദിസ്. ഞാൻ ആദ്യം വിചാരിച്ചെന്തോ അറിയാം, സ്കിൻ ടോണാണ് അവർക്ക് വൃത്തികേടായി പോകുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഞാൻ വെക്ടർസ്കോപ്പിനകത്തിട്ട് നോക്കിയാൽ സ്കിൻ ടോൺസ് എല്ലാ പ്രാവശ്യം അവർ പിടിച്ചിടുന്നുണ്ട്. പുതിയൊരു അപ്ഡേറ്റിലായിരിക്കാം, പക്ഷേ സ്കിൻ ടോൺസ് ആക്യുറേറ്റ് ആയിട്ട്. പക്ഷെ സ്കിൻ ടോൺസിൽ തന്നെയുള്ള കോൺട്രാസ്റ്റ് നോക്കിക്കേ. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അമ്മയുടെ കഴുത്തിന് താഴെയൊന്നും ഇത്രയും ലൈറ്റ് ഷാഡോ അല്ല, ഇത്രയും ഇരുട്ടൊന്നും ഇല്ലായിരുന്നു. അതുപോലെ അമ്മയുടെ ഫോർഹെഡിൽ ഇത്രയും വെളിച്ചവും ഇല്ലായിരുന്നു. സോ അതൊരു മേജർ ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നി.
സ്കിന്നിൽ തന്നെ ഒരു ടോണിൻ്റെ അകത്ത് തന്നെ ഓവറായിട്ട് കോൺട്രാസ്റ്റ് കൊണ്ടുവരുന്നുണ്ട്. അത് ജസ്റ്റ് നിങ്ങൾ മനസ്സിൽ വെച്ചേക്കോ. ചില സമയത്ത് അത് ഭയങ്കര ആർട്ടിഫിഷ്യൽ ഫീൽ വരും. സ്കിൻ ടോൺസ് ആർ എന്താ പറയുക, അത്യാവശ്യം നാച്ചുറലായിട്ടാണ് എപ്പോഴും സ്കിൻ ടോൺസ് ഹാൻഡിൽ ചെയ്യേണ്ടത് ഏത് ക്യാമറ സിസ്റ്റം ആണെങ്കിലും. പക്ഷേ ഇവിടെ എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല. പ്രത്യേകിച്ച് പോർട്രേറ്റ്സിനകത്ത് അത്യാവശ്യം ഭയങ്കര കോൺട്രാസ്റ്റ് കൊണ്ടുവരുന്നുണ്ട് നമ്മുടെ മുഖത്ത്. സെൽഫീസിനകത്തെ സ്കിൻ ടോൺസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് അതൊരു അത്യാവശ്യം നല്ലോണം ഹാൻഡിൽ ചെയ്തിട്ടെന്ന് തോന്നി. സെൽഫി ക്യാമറ നല്ലതാണ്. വൈഡ് ആംഗിളും എല്ലാം വെച്ച് നോക്കുമ്പം വെരി ഗുഡ്. ജസ്റ്റ് നോക്കുമ്പം നമുക്കറിയാൻ പറ്റും. എന്നാലും ഇവിടെയും അത്യാവശ്യം വേവ് ഫോംസ് വെച്ച് നോക്കുമ്പോൾ ടോൺ കറക്റ്റായിട്ട് വെക്ടർസ്കോപ്പ് ഇതൊക്കെ കാണാം. പക്ഷേ കോൺട്രാസ്റ്റ് ഓൺ ദ ടോപ്പ് അല്ലേ ഇച്ചിരി ഓവറായിട്ട് തോന്നിയിട്ടുണ്ട്. ഇനിയും അടുത്ത ഈ ഒരു ഇമേജിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ ക്യാമറ സിസ്റ്റം അസസ് ചെയ്യാൻ വേണ്ടി തന്നെ ഒറ്റ ലൈറ്റ് സോഴ്സ് ഒന്ന് രാത്രി അച്ഛനെ നിർത്തി ഒരു പടം എടുത്തതാണ്. ആൻഡ് നൈറ്റ് ഫോട്ടോസിൻ്റെ കേപ്പബിലിറ്റീസ് എല്ലാം എനിക്ക് ഒറ്റ ഫോട്ടോസിൽ വേണമെങ്കിൽ പറഞ്ഞുതരാം. റിയലി നല്ല ലോ ലൈറ്റ് ഫോട്ടോസ് തരും. ലോ ലൈറ്റ് ഫോട്ടോസിൽ തന്നെ ഉള്ള ലൈറ്റിൽ അത്യാവശ്യം ഗ്രെയിൻസ് കുറച്ച് അത്യാവശ്യം കോൺട്രാസ്റ്റ് കൂട്ടി നല്ല കളേഴ്സ് കൊണ്ടുവന്ന് സ്കിൻ ടോൺസ് അവരെന്നിട്ടും ആക്യുറേറ്റ് ആയിട്ട് ഡെപ്പിക്റ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ദാറ്റ് ഈസ് റിയലി ഗുഡ്. നൈറ്റിൽ ഓവറായിട്ട് സ്കിൻ ടോൺസിൽ കോൺട്രാസ്റ്റ് കൊണ്ടുവരുന്നതിന് ഒരു അൺനാച്ചുറൽ ഫീൽ ഇല്ല. കാരണം നൈറ്റ് ഫോട്ടോസ് പൊതുവെ എപ്പോഴും ഷാഡോസിൽ ഓറിയൻറ്റഡ് ആയിരിക്കും. അതുകൊണ്ട് ആ ഒരു പ്രശ്നമില്ല. ഇനി സ്കിൻ ടോൺസ് ഇതിനകത്ത് ഈ പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ. ഇനി എനിക്ക് വേറെ ഏറ്റവും വലിയ മേജർ പ്രശ്നമായിട്ട് തോന്നിയത് ഞാൻ ഇൻഡിവിജ്വൽ പ്രൈമറി കളേഴ്സിനകത്ത് വരുന്ന സാധനം റെഡ് ടെസ്റ്റ് ചെയ്ത് ബ്ലൂ ടെസ്റ്റ് ചെയ്ത് അതിനകത്തൊന്നും എനിക്ക് വലിയ വ്യത്യാസമില്ല. കളർ മാനിപ്പുലേഷൻ കമ്പനീസ് കൊണ്ടുവരും. സാംസങ്ങിൻ്റെ ബ്ലൂ നോക്കുവാണെങ്കിൽ ഒരു സയനിഷ് ബ്ലൂ ആയിരിക്കും. പക്ഷേ ഷവോമിയുടെ പച്ച, എൻ്റെ പൊന്നെ, ഈ പച്ചയല്ല ഞാൻ കണ്ണി കണ്ട പച്ച. ഇത് ഭയങ്കര എൻറ്റയർലി ഡിഫറെൻ്റ് ഒരു പച്ചയാണ്. ഞാൻ ആ പച്ച ഒന്ന് റെപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു നോഡിട്ട് ജസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഈ പച്ചയായിരുന്നു ഇച്ചിരി കൂടെ കണ്ടത്. സിംപ്ലി പറഞ്ഞാൽ ആ പച്ചയ്ക്കകത്തുള്ളിൽ തന്നെ ഭയങ്കരമായിട്ട് സാച്ചുറേഷൻ കൂട്ടി, ഭയങ്കരമായിട്ട് കോൺട്രാസ്റ്റ് കൂട്ടി ആ ഒരു ക്യാരക്ടർ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഒരു വലിയ ഫാനൊന്നും അല്ല ഞാൻ ഒരുപാട് റെക്കമെൻഡും ചെയ്യത്തില്ല. പച്ച ഡെഫിനറ്റ്ലി നാച്ചുറൽ പച്ച അല്ല ഒട്ടും. പച്ച ഈ പടത്തിനകത്തൊക്കെ നിങ്ങൾക്ക് നോക്കുമ്പോൾ വേറൊരു കാര്യം എവിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റും. ക്രോസ് പ്രോസസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. എന്ന് വെച്ചാൽ കളർ സ്പെക്ട്രത്തിനകത്ത് വീണ്ടും ഓപ്പോസിറ്റ് വരുന്ന കളേഴ്സിനെ ഇച്ചിരി കൂടെ ബൂസ്റ്റ് ചെയ്ത് വരിക. ഇപ്പോൾ ഗ്രീൻസിൻ്റെ ഓപ്പോസിറ്റായിട്ട് മജൻഡ, റെഡ് അതുപോലത്തെ കളേഴ്സ് വരുന്നത് നമുക്ക് ഹിസ്റ്റോഗ്രാം നോക്കുമ്പോൾ അറിയാം. ഭയങ്കരമായിട്ട് എവിഡൻ്റ് ആയിട്ട് കാണുന്നുണ്ട്. വേവ് ഫോംസിനകത്ത് മജൻഡയുടെ ആ ഇൻഫ്ലുവൻസ് നമുക്ക് കാണാൻ പറ്റും. ക്രോസ് പ്രോസസ് ഒരുപാട് ഡ്രമാറ്റിക് അല്ലേ, സിനിമാറ്റിക് അല്ലേ, അട്രാക്റ്റീവ് ഇമേജസ് ആയിരിക്കും. പക്ഷേ ഈ പച്ചയല്ല ഞാൻ കണ്ണിൽ കണ്ട. ആ ഒരു പ്രശ്നം എനിക്ക് ഭയങ്കരമായിട്ടുണ്ട്. പച്ച ഒരു ഹെവിലി പ്രോസസ്സ് ചെയ്യുന്ന പോലെ തോന്നി. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ വൈഡ് ആംഗിളും മെയിൻ സെൻസറും തമ്മിലുള്ള വ്യത്യാസം നോക്കുമ്പം ഫസ്റ്റ് തിങ് എക്സ്പോഷർ വ്യത്യാസം ഭയങ്കരമായിട്ടുണ്ട്. വൈഡ് ആംഗിളിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഒന്നല്ല ഒരു അര സ്റ്റോപ്സ് എക്സ്പോഷറിലും കൂടുതലായിരിക്കും മെയിൻ സെൻസർ. അത്രയ്ക്ക് വ്യത്യാസം എനിക്ക് തോന്നി. പ്രത്യേകിച്ച് ലോലയില്ല. അതിൻ്റെ ഒരു വീഡിയോ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. വേവ് ഫോംസും ഹിസ്റ്റോഗ്രാംസും ഒക്കെ നോക്കുമ്പോൾ അറിയാൻ പറ്റും അത്യാവശ്യം വ്യത്യാസമുണ്ട്. വേറൊരു സംഭവം കൂടെ ഉള്ളതെന്ന് വെച്ചാൽ വൈറ്റ് ബാലൻസ് ഇച്ചിരി കൂടെ ഓഫാണ് വൈഡ് ആംഗിളിൽ ഇച്ചിരി കൂടെ ഒരു ബ്ലൂവർ ടോൺസ് വരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഭയങ്കര മൈന്യൂട്ട് എമൗണ്ടാണ്. ഞാൻ നിക്പിക്ക് ചെയ്ത് പറയുന്നതാണെന്ന് കൂടെ നിങ്ങൾ മനസ്സിൽ വെക്കുക. ഇനി നൈറ്റ് ഫോട്ടോസിൻ്റെ നൈറ്റ് കേപ്പബിലിറ്റീസ് ഞാൻ പറയുന്ന കണക്ക് തന്നെ ഫോട്ടോസൊക്കെ അത്യാവശ്യം കിടിലമായിട്ട് നമുക്ക് വരും. ഷാർപ്പാണ് നൈറ്റിലെടുക്കുന്ന ഫോട്ടോസ്. ഫോർ എക്സാമ്പിൾ ഞാൻ ഈ വീഡിയോ ഒന്ന് കാണിച്ചു തരാൻ. വീഡിയോ സെക്ഷനെ കുറിച്ച് പറയുമ്പം രാത്രി മെയിൻ സെൻസറി എടുക്കുന്ന വീഡിയോസൊക്കെ യൂസബിൾ വീഡിയോസാണ്. ഈ പ്രൈസ് റേഞ്ചിന് അത്യാവശ്യം നല്ല വീഡിയോസ് തന്നെ. അതിനെക്കുറിച്ച് എനിക്ക് ഒരുപാട് കുറ്റം പറയാനൊന്നും ഒന്നുമില്ല. പക്ഷേ ദ മൊമെൻറ്റ് യു സ്വിച്ച് ടു വൈഡ് ആംഗിൾ അവിടുത്തെ നിങ്ങളുടെ എക്സ്പോഷറിൻ്റെ പകുതിയോളം ഡ്രോപ്പ് ആവുക. എക്സാമ്പിൾ നോക്കിയാൽ മതി, പകുതിയോളം ഈ എക്സ്പോഷറിൻ്റെ അവിടെ ഡ്രോപ്പ് ആവുകയാണ്. അത് ഭയങ്കര ഒരു ഇഷ്യൂ ആയിട്ട് തന്നെ എനിക്ക് തോന്നി. ഇച്ചിരി കൂടെ ഓപ്പൺ ആയിട്ടുള്ള വൈഡ് ആംഗിൾ അപ്പറേച്ചറുള്ള വൈഡ് ആംഗിൾ കൊടുത്തായിരുന്നെങ്കിൽ എനിക്ക് തോന്നിയാൽ ശരിയാവുമെന്ന്. പക്ഷേ ആസ് ഓഫ് റൈറ്റ് നൗ കുഴപ്പമില്ല. ഇത് മിക്ക ക്യാമറ സിസ്റ്റത്തിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നൊരു സാധനമാണ്. ഇനി നമുക്ക് മെയിൻ ക്യാമറാസിനകത്തുള്ള വീഡിയോസിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ മെയിൻ ക്യാമറാസിനകത്തുള്ള ഫോട്ടോസിൻ്റെ സെയിം ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ കാണാം. കോൺട്രാസ്റ്റിയാണ്, പച്ച അടിച്ച് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്, സാച്ചുറേറ്റഡ് ആണ്, HDR അതിൻ്റെ മാജിക് വർക്ക് ചെയ്യുന്നുണ്ട്. ഗുഡ്, സോളിഡ്, ഡുവബിൾ, സ്റ്റേബിളായിട്ടുള്ള
റിച്ച് ഇൻ കളേഴ്സായിട്ട് സ്റ്റേബിളായിട്ടുള്ള വീഡിയോസാണ്. എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് നിക്പിക്ക് ചെയ്യാൻ പോലും ഒരുപാട് ഇഷ്ടമില്ല. പിന്നെ വേറൊരു കാര്യം എടുത്ത് പറയട്ടെ, അതിൻ്റെ ഓട്ടോ ഫോക്കസിങ് ഡെഡ് ഓൺ ആണ് വീഡിയോസിനകത്ത്. സൂപ്പർ ക്യാമറ സിസ്റ്റം ഫോർ വീഡിയോ ഈ പ്രൈസ് റേഞ്ചിൽ. വേറെ വലിയ കുറ്റങ്ങളൊന്നും എനിക്ക് പറയാനില്ല. വീഡിയോസിലും സ്കിൻ ടോൺസൊക്കെ അത്യാവശ്യം കറക്റ്റാണ്. സ്കിന്നിൻ്റെ പക്ഷേ കോൺട്രാസ്റ്റ് കമ്പാരിറ്റീവ്ലി ഫോട്ടോസിൻ്റെ അത്രയും കൂട്ടുന്നില്ല, അത് മനസ്സിലാക്കുക. പിന്നെ ഇവരുടെ സിനി ലൈൻ ഓഫ് വീഡിയോസ് എടുക്കുമ്പോഴാണ് എൻ്റെ മോർ ലൈക്ക് ഇറ്റ് ഓഫ് വീഡിയോസ്. ഇതിനകത്ത് കറക്റ്റ് സ്പോട്ട് ഓൺ സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ നോർമലായിട്ട് എടുക്കുന്ന വീഡിയോസിനെക്കാട്ടി സാച്ചുറേഷൻ ഭയങ്കരമായിട്ട് കുറച്ചു. അതേപോലെ തന്നെ കോൺട്രാസ്റ്റ് നമുക്ക് വേവ് ഫോം നോക്കുമ്പോൾ അറിയാം എക്സ്ട്രീംസ് ആയിട്ടൊന്നുമില്ല. 10 എന്ന് പറഞ്ഞ ലൈറ്റ് ഇൻറ്റൻസിറ്റീൻ്റെയും 19 ഇൻറ്റൻസിറ്റിയിലും ഒന്നും വേണ്ടി പോകുന്നില്ല. അവർ പക്ക ഫിലിം സാധനം അവർ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഐ എം റിയലി എ ഫാൻ. സാച്ചുറേഷൻ കുറഞ്ഞിട്ടുണ്ട്. HDR ഭയങ്കരമായിട്ട് വർക്കൊന്നും ചെയ്യുന്നില്ലെങ്കിലും ഇറ്റ് ഈസ് വെരി ഗുഡ്. സ്കിൻ ടോൺസ് ഇവിടെ ഒരുപാട് പ്രോസസ്സ് ചെയ്യുന്നില്ല. സ്കിൻ ടോൺസ് ഇവിടെ ഒട്ടും പ്രോസസ്സ് ചെയ്യാത്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ബ്ലറും എല്ലാം അത്യാവശ്യം കിടിലുമായിട്ട് തോന്നിയിട്ടുണ്ട്. ഇൻ ഓവറോൾ എനിക്ക് പറയാനുള്ളത് ഗൈസ്, ഫോർ വീഡിയോസ് ആൻഡ് ഫോട്ടോസ് ക്യാമറ സിസ്റ്റം ഈ പ്രൈസിന് ഗുഡാണ്. പക്ഷേ ഇവരുടെ സ്റ്റൈലിസ്റ്റിക് സാധനങ്ങൾ ലൈക്ക് പച്ച ബൂസ്റ്റ് ചെയ്യുന്നു, കോൺട്രാസ്റ്റ് സ്കിൻ ടോണാണ്, അതൊക്കെ മാറ്റി വെച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ലൈക്കയുടെ കൂൾ ഫിൽറ്റേഴ്സൊക്കെ വരുന്നുണ്ട്. അവരുടെ ലെജൻഡറി ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരുന്നുണ്ട്. പക്ഷേ ആർക്കും അങ്ങനെ അറിയാത്ത അവരുടെ ലെജൻഡറി സെഫിയ ആയിരുന്നു. ലൈക്കയുടെ സെഫിയാണ് ശരിക്കും ഒരു കാലത്ത് ഭയങ്കര കിടിലുമായിരുന്നു. ലൈക്കയുടെ സെഫിയ അതൊരു ഫിലിം എവല്യൂഷനാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ ഞാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റീവ് ആയിട്ട് തോന്നി. കാരണം എന്താ പറയുക, ഒട്ടും കോൺട്രാസ്റ്റ് അല്ല, അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഒരുപാട് ക്യാമറ സിസ്റ്റത്തിനകത്തൊന്നും കാണുന്നതല്ല. ഇൻ ജനറൽ ഗൈസ്, എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഈ ക്യാമറ സിസ്റ്റത്തിനകത്ത് ഇവരുടെ ടിപ്പിക്കലായിട്ടുള്ള ചില ബൂസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തുവാണെങ്കിൽ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. നല്ല ഫോട്ടോസ് തരുന്നത്, നല്ല കാണാനും റിച്ച് ആയിട്ടുള്ള സാധാരണക്കാർക്ക് എടുത്ത് അത്യാവശ്യം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഫോട്ടോസ് തന്നെയാണ്. ഞാൻ ഈ ചാർട്ട്സൊക്കെ വെച്ച് അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഗൈസ്, വെരി ഗുഡ്. ക്യാമറ നിങ്ങളുടെ കൺസേൺ ആണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയി മേടിക്കാം. ഫോട്ടോസിന് അതിൻ്റെതായ ഡിജിറ്റലൈസ്ഡ് പ്രോസസ്സിംഗ് ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും അവർ അത്യാവശ്യം നാച്ചുറലായിട്ട് വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. സോ ദാറ്റ് ഇസ് ഇറ്റ് ഗൈസ്, ഇറ്റ്സ് റീ ഹിയർ. എന്തെങ്കിലും ക്യാമറ റിലേറ്റഡ് ആയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ താരം ചോദിക്കുക. സ്പെക്കൊന്നും ഞാൻ പറയാത്ത മനഃപൂർവ്വമാണ്. എനിക്ക് അതിൻ്റെ ഇമേജിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനായിരുന്നു എൻ്റെ എയിം. ഞാൻ മാക്സിമം മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. ദാറ്റ് ഇസ് ഇറ്റ്. ലവ് യു.